ടെക് ഹാക്കർക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഹാൻഡ് റെയിൽ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരുപാട് ആൾക്കാർ ചെയ്ത വിഷയമാണെങ്കിലും നമ്മളൊരു കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഇത് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എല്ലാ വർക്കിലും ഉൾപ്പെടുത്തുന്ന പോലെ ചെറിയ ചെറിയ ഒരു ടിപ്സും കൂടി ഇതിലുണ്ടാവും. അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ളത് തന്നെ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. അപ്പോൾ ആദ്യം തന്നെ മാസ്റ്ററിലേക്ക് പഠിപ്പിക്കേണ്ട മാർക്കിംഗ് എടുക്കാൻ വേണ്ടി പോയിരുന്നു. അതിന് വേണ്ടിയിട്ട് 3 ഇഞ്ചിൻ്റെ ബേസ് എടുത്തിട്ട് ഇങ്ങനെ മാർക്കിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്രോസ് ലൈനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഇതിപ്പം എത്രത്തോളം നമുക്ക് താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം നമുക്ക് മാക്സിമം താഴ്ത്തിയിട്ട് കോൺക്രീറ്റ് വരുന്ന ലെവലിലേക്ക് താഴ്ത്തിയിട്ട് തന്നെ കമ്പി അടിച്ചെടുത്തിട്ട് ഫിറ്റായി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആട്ടമൊന്നും ഇല്ലാതെ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ 2 ലെഗാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുകളിലത്തെ ലെഗും കൂടി ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നിന്ന് 2 ഇഞ്ചിൻ്റെ സ്ക്വയർ പൈപ്പ് സ്ട്രൈറ്റ് ഇങ്ങോട്ടേക്ക് എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് നിന്ന് 45 മാർക്ക് ചെയ്തിട്ടാണ് നമ്മളത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ 45 ഈ ഒരു അളവിലാണ് വരുക ഏകദേശം. അപ്പോൾ ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കും. അപ്പോൾ 45ൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ഈ ഒരു അളവ് കിട്ടിയത്. അത് നമ്മൾ 45 ബീവൽ സ്ക്വയർ വെച്ചിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം അത് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കട്ട് ചെയ്തതിന് ശേഷം ഇത് നേരെ തലതിരിച്ചിട്ടിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈസി ആയിട്ട് 45 90 ആയി കിട്ടും. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് തലതിരിച്ച് വെക്കണം. അപ്പോൾ ഇങ്ങനെ തലതിരിച്ചിട്ട് വെച്ചിട്ടാണ് വെൽഡ് ചെയ്യുന്നത്. ഗ്രൈൻഡിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെൽഡ് ചെയ്യാൻ വേണ്ടി ഇനി ഇതിങ്ങനെ വെച്ചിട്ട് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയി. അങ്ങനെ നമ്മൾ വെൽഡിങ്ങും കഴിഞ്ഞു. 90 ഡിഗ്രി കറക്റ്റാക്കി വെച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്തത്. ഒറ്റൊരു വെൽഡിങ് മാത്രം, ഒരു ലെയർ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഒറ്റ ലെയറിൽ തന്നെ അത്യാവശ്യം കിട്ടുന്നതന്നെ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗ്രൈൻഡിങ് കഴിഞ്ഞു. ഒറ്റ ഇതിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് പോളിഷ് ചെയ്യണം. പോളിഷിങ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, ഒന്നിച്ച് താഴെ വെച്ചതിന് ശേഷം ചെയ്യും. അപ്പോൾ അടുത്ത ഈ ഒരു കാലിൻ്റെയും കൂടി മുറിക്കാൻ വേണ്ടി പോയി. ഇത് നമ്മൾ ഈ ഭാഗത്തുനിന്ന് 2.25 ഇഞ്ചാണ് ഇവിടെ സ്പേസ് ഇട്ടുള്ളത്. മാക്സിമം നമുക്ക് ഇത്ര വരെയാണ് ഇതിൻ്റെ ഗ്രാനൈറ്റ് വരിക. അതിൽ നിന്ന് 1 ഇഞ്ച് വിട്ടിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് സേഫ് ആയിട്ടുള്ള ഒരു ഏരിയ എന്നല്ല, പിന്നെ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് വന്നിട്ട് താഴോട്ടേക്ക് ഒരു 45 വെൻ്റ് ഇട്ടിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്ക്വയർ തന്നെയാണ്. മുകളിലേക്ക് ബോളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കാലടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാലിൻ്റെ നമ്മൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് 3 മൂലൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കട്ടിങ് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയാണ് കമ്പി അടിച്ച് താഴ്ത്തിയിട്ട് ഇത് ലോക്ക് ചെയ്യും. അപ്പോൾ കമ്പി അടിക്കുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിങ്ങനെ കുഴിച്ചിട്ട് എത്ര വരെ കുഴിക്കാൻ പറ്റും. ഇപ്പോൾ മാക്സിമം നമുക്ക് ഇതിൻ്റെ കാര പോകുന്നവരെ കിട്ടും. അടിയിൽ കോൺക്രീറ്റ് ആയതുകൊണ്ട് അതിൻ്റെ അപ്പുറം പൊട്ടിക്കാൻ കഴിയും. അതുവരെ പൊട്ടിച്ചു കൊടുക്കാം. ഇത് എക്സ്പാൻഷൻ ബോൾട്ട് ഇട്ടും ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് ആ സമയത്ത് ബേസിന് ചില സമയത്ത് പുറത്തായി പോകും ബോൾട്ട്. അതുകൊണ്ട് നമ്മൾ കമ്പി അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് കോൺക്രീറ്റിൻ്റെ ലെവലിലെത്തി. അതിൻ്റെ അങ്ങോട്ടേക്ക് നമുക്ക് താഴ്ത്തണമെന്നില്ല. നമ്മൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഒഴിവ് വരുന്ന ഭാഗത്തൊക്കെ സിമെൻറ്റ് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്യുമല്ലോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ നിന്നോളും. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ മാസ്റ്ററിലേക്ക് ഇടാൻ വേണ്ടി പോയാണ്. ബേസ് ആദ്യം തന്നെ ഇട്ട് നോക്കാം. പിന്നെ മറന്നുപോയാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മാസ്റ്ററിലേക്ക് അധിക സ്ഥലത്തും ഇങ്ങനെ ചെറുതായിട്ട് ട്വിസ്റ്റായിട്ട് കാണലുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഈ സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഈ ഒരു ഭാഗം കറക്റ്റ് ആക്കിയിട്ട് ചെയ്താൽ ആ ഒരു ട്വിസ്റ്റ് ഒഴിവാക്കി കിട്ടും. കറക്റ്റ് നമുക്ക് ആ ഒരു മട്ടത്തിൽ തന്നെ കിട്ടും. നമ്മൾ ത്രൂ ഔട്ട് സ്റ്റീലുള്ളതാണ് വാങ്ങിയത് കേട്ടോ. ഇത് ഇതുപോലെ തന്നെ പീസ് വരുന്നുണ്ട്. മുകളിലും താഴെയും പീസ് വരുന്നത്. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മുകളിലുള്ള ഭാഗം താഴെയുള്ള ഭാഗം വേറെ വേറെ ആട്ടം വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതാകുന്ന സമയത്ത് നമുക്ക് ത്രൂ ഔട്ട് സ്റ്റീലിൻ്റെ മുകളിൽ മേലെ ഒരു വുഡിൻ്റെ ബീഡിങ് പോലെ ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് പോയി കഴിഞ്ഞാലും വേറൊരു പീസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഷാർപ്പ് മട്ടാണ്. അതിനുശേഷം സ്പിറ്റ് ലെവലൊന്ന് വെച്ച് പോകാം. അതൊന്ന് കറക്റ്റാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഉറപ്പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ SS റോഡ് ഇട്ടിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്നത്. കാർഡ്ബോർഡ് വിരിച്ചു കൊടുക്കും. നമ്മൾ ഇത് മാർബിൾ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ടൈലാണെങ്കിൽ കുറച്ചുകൂടി ഈ ടൈലിനൊരു കുത്ത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആ ഇപ്പോൾ താഴേക്ക് അടിച്ച ആ ഒരു TMT റോഡിലേക്ക് ഈ മാസ്റ്റർ ലെഗ് ഒന്ന് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കാല വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വുഡിൻ്റെ ചീള ഇങ്ങനെ അടിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. നമുക്ക് എന്നാൽ ഷെയ്ക്കില്ലാതെ തന്നെ കിട്ടും. ഇപ്പോൾ ഈ വുഡ് അടിച്ചു കൊടുക്കുന്നതിൻ്റെ മെയിൻ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിൻ്റെ ആ ഒരു പ്ലെയറൊക്കെ വരുന്ന ഭാഗം ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് സെറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ മരം അടിക്കുന്ന സമയത്ത് കുറച്ച് കാര്യം ശ്രദ്ധിക്കാറുണ്ട്. വെള്ള മാർബിളിൽ നമ്മൾ ഈ മരം അടിച്ചു കഴിഞ്ഞാൽ ഒരു കറ ഇങ്ങനെ വരും. അപ്പോൾ മഹാഗണി പോലത്തെ ഒഴിവാക്കിയിട്ട് കുറച്ച് നല്ല മരം തന്നെ ഉപയോഗിക്കുക. അതും അടിച്ച ശേഷം കുറച്ച് സമയം വെള്ളം ഒഴിക്കാതെ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഈ കറ ഇങ്ങനെ ഒലിച്ച് വന്നിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കാൻ ചാൻസ് കൂടുതൽ. ചില സ്ഥലത്തെല്ലാം അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് മഹാഗണിക്കാണ്. അതുപോലെ തന്നെ വേറെ ഏതോ ഒരു മരത്തിനും കൂടി അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിത് മരം അടിച്ചു കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ സിമെൻറ്റ് ഒഴിക്കാൻ വേണ്ടി പോയി. ഇത് ത്രൂ ഔട്ട് പൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തെ കൂടി തന്നെ ഒഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം ഫില്ല് ചെയ്ത് കൊടുക്കും. നമ്മൾ പുറത്തേക്ക് കൂടി നനച്ചിട്ട് ആ ഒരു ഭാഗത്തെ ആ വുഡിൻ്റെ വരുന്ന ഭാഗമൊക്കെ സെറ്റ് ആവുന്നതിലും നല്ലത്. അത് ആ ഒരു കളറും ഒന്നും വരാതെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇതിലെ കൂടി സിമെൻറ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് പരമാവധി ലൂസിൽ തന്നെ ഒഴിക്കുക. നമ്മൾ കുറച്ച് ടൈം എടുക്കുന്ന സമയത്തേക്ക് അത് സെറ്റ് ആയിക്കോളും. പിന്നെ പോളിഷ് ആകുന്ന സമയത്ത് എല്ലാ ഭാഗത്തേക്കും അത് ഒലിച്ച് ഇറങ്ങിയിട്ട് നല്ല അടിപൊളി സെറ്റിങ്ങിന് വരും. അപ്പോൾ ഈ ഒരു ലെഗും നമ്മൾ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലും അകത്തേക്ക് വുഡിൻ്റെ ചീളടിച്ച് ടൈറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷെയ്ക്കോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം തന്നെ സെറ്റായി. ഇപ്പോൾ 2 സപ്പോർട്ടാണ് നമ്മൾ ഇവിടെ കൊടുത്തിന്. ഇതിൻ്റെ ഈ ഭാഗത്ത് സപ്പോർട്ട് കമ്പി അടിച്ച് കയറ്റില്ല. ഇവിടെ അടിക്കുന്ന സമയത്ത് ചില സമയത്തുള്ള ഈ ഭാഗം പൊട്ടിപ്പോറുണ്ട്. ഇത്രയും ഉണ്ടാവും. ഇനി മാർബിളിൻ്റെ താഴത്തേക്കുള്ള ഭാഗം, ഇത് ഗ്രാനൈറ്റാണ്, ഇതിൻ്റെ താഴത്തേക്കുള്ള ഭാഗം, ഇത്രയും ഭാഗം നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് ഈ ഒരു മോൾഡിങ് ചെയ്ത ഭാഗം ഉണ്ടാവുക. അപ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 2 ഭാഗത്ത് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ അതങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റിലേക്ക് വരുന്ന ഭാഗത്ത് 2 രീതിയിലാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ ഇവിടുന്ന് ഇങ്ങനെ 45 അടിച്ചിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവർ തടസ്സം പോലെ കാണുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ആ ഒരു വ്യൂവിൽ ഒരു ബോറ് വരുന്നതുകൊണ്ട് നമ്മളധികം ഇങ്ങനെ തന്നെ ചെയ്യൽ. ഇതുപോലെ ചെയ്തിട്ട് ഇത് ഇങ്ങനെ കട്ടിങ് ഇട്ടിട്ടാണ് താഴോട്ടേക്ക് എടുക്കൽ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് ഇങ്ങനെ വന്നിട്ട് തന്നെ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി തന്നെ കിട്ടും. ഇത് വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ഒരു സ്റ്റോപ്പ് വന്ന് പിന്നെ ഇങ്ങനെ സ്ട്രൈറ്റ് വരുന്നതുകൊണ്ട് കാണാൻ ഒരു വൃത്തിയാണ്, ഇങ്ങനെ ഒരു സ്പേസ് വരുന്നതുകൊണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് അടിക്കണമെങ്കിൽ നമുക്ക് വലിയ കാലം ഉപയോഗിക്കേണ്ടി വരും. ഇങ്ങനെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു എടുക്കുന്ന ലെഗ് നമുക്ക് ഒരു 3 ഇഞ്ചിൻ്റെ ലെഗെങ്കിലും എടുക്കേണ്ടി വരും. ഇവിടെ ഈ ഡയമണ്ടായിട്ട് വരുന്ന ഭാഗം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം. ഈ ഒരു നമ്മളെ ഹൈറ്റ് എത്രയാണെന്ന് വരുന്ന ആ ഹൈറ്റ് മാർക്ക് ചെയ്യുമോ. അപ്പോൾ ഇത് ടാഗ് അടിക്കാൻ വേണ്ടി പോയെന്ന് ഇങ്ങനൊരു ടാഗ് മാത്രം കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഇങ്ങനെ സ്പീഡ് ലെവൽ വെച്ചിട്ട് മാത്രമേ ആ ഒരു ഭാഗം അടിച്ചു കൊടുക്കുന്നത് നല്ലത്. നമ്മളപ്പോൾ മെയിൻ ലൈൻ മാർക്ക് ചെയ്യാൻ വേണ്ടി പോയെന്ന്. ഇത് ഈ ഒരു ഇത്രയും ഭാഗം വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിനുശേഷം ത്രൂ ഇങ്ങനെ പോകുന്ന ആ ഒരു ചരിവ് നമ്മൾ ടോപ്പ് ഹൈറ്റും കണക്കാക്കിയതിന് ശേഷം ആ തൂണിൻ്റെ മാസ്റ്റർ ലെഗിൻ്റെ ഭാഗവും മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് തന്നെ നമുക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ നമുക്ക് ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് കിട്ടും. ഇതിൻ്റെ ആംഗിളും അങ്ങനെ തന്നെയാണ് വരുന്നത്. ഓവർ ആംഗിളായിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ മുകളിൽ കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ മാസ്റ്റർ ലെഗിൻ്റെ ഭാഗത്തേക്ക് കുത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഹോളാക്കിയിട്ട് താഴോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമുക്ക് ആ ഒരു താഴോട്ടേക്ക് തീപ്പൊരി പോകില്ല. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ വെൽഡിങ്ങിൻ്റെ ആ ഒരു തീപ്പൊരിയൊക്കെ നമ്മൾ താഴോട്ടേക്ക് പോകുന്നത് ഇവിടെ തന്നെ അങ്ങ് വന്ന് നിന്നോളൂ. നമ്മളെ ഫസ്റ്റ് ലൈനിലുള്ള ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോയിന്ന്. ഈ ഒരു ഭാഗവും നമ്മളെ മുറിച്ചതിൻ്റെ അകത്ത് നിന്ന് ഗ്രൈൻഡ് ചെയ്ത് കറക്റ്റ് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാസ്റ്റർ ലെഗുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ വെൽഡിങ്ങിൽ ഞാൻ എപ്പോൾ 70 ആമ്പർ തന്നെ സെറ്റ് ചെയ്യില്ല. ആ ഒരു 70 ആമ്പറിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. എൻ്റെ അടുത്ത് വേറെ മെഷീനുണ്ട്, അതിൽ 82 ആമ്പറിലാണ് കറക്റ്റ് വെൽഡിങ് കിട്ടുന്നത്. അപ്പോൾ അത് നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോയിന്ന്. അപ്പോൾ ടോപ്പ് കണക്കാക്കിയിട്ട് തന്നെ വെൽഡ് ചെയ്യുമോ. അവിടെ നിന്ന് കുറച്ച് കുഴിഞ്ഞിട്ടോ പൊങ്ങിയിട്ടോ നിന്ന് കഴിഞ്ഞാൽ ഗ്രൈൻഡിങ്ങിലൊരു ഫിനിഷിങ് ഉണ്ടാവില്ല. അത് പിന്നെ നമ്മൾ താഴത്തെ ഭാഗവും നല്ല ഫില്ലായിട്ട് തന്നെ വെൽഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നല്ല ഗ്രൈൻഡിങ് ആണെങ്കിൽ നമുക്ക് അടിഭാഗം വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. വെൽഡിങ് ചെയ്യാണ്ട് തന്നെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഈ മാസ്ക് ഇടുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഒറ്റപ്പൊടി കാണാൻ പറ്റുന്നില്ല ആവി കയറിയിട്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഈ ആവി കയറാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അത് അറിയില്ല. ഞാൻ എപ്പോഴും മാസ്ക് അയച്ചിട്ട് പലപ്പോഴും വെൽഡ് ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്. ഉണ്ടല്ലേ
വെള്ളടിച്ച് കഴിഞ്ഞാൽ ഒന്ന് ലോങ് സൈറ്റ് ഒന്ന് ചരിവുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ മെയിൻ ലെഗെല്ലാം കണക്റ്റഡ് ആയി. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സൈഡ് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയിന്ന് കാർഡ്ബോർഡ് വിരിച്ചു കൊടുക്കണം. ഗ്രാനൈറ്റ് ആണ്, കുത്തു വരാനും ചാൻസ് ഇല്ല, എന്നാലും ഒന്ന് കാർഡ്ബോർഡ് വിരിച്ചു കൊടുത്തിട്ട് തന്നെ ചെയ്യുക, കാർഡ്ബോർഡോ മേറ്റോ. അപ്പോൾ വെൽഡ് ചെയ്യാൻ വേണ്ടി പോയിന്ന് ഇത് കംപ്ലീറ്റ് ഒറ്റ ലൈനിൽ തന്നെ ഒരൊറ്റ ലെയറായിട്ട് അടിച്ചു കൊടുക്കുന്നത്. അഥവാ എന്തെങ്കിലും കുത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അതിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മുകളിലും അടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെൽഡിങ് എങ്ങനെ ചെയ്യാം, എങ്ങനെ വെൽഡിങ് പിടിക്കുന്നതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ വേറെ നല്ലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എടുത്തെടുത്ത് ചെയ്യുന്നത് എന്തുകൊണ്ടുള്ള ഗുണം എന്താണ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അന്ന് ആ സമയത്ത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ താഴെ തന്നെ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ആംഗിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ ഇനി കംപ്ലീറ്റ് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് ഭാഗം ഇപ്പോൾ വെൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പുറമേ തന്നെ കംപ്ലീറ്റ് വെൽഡിങ്ങും ചെയ്ത് ഗ്രൈൻഡും ചെയ്തിട്ടാണ് നമ്മളവിടെ വെച്ച് പിടിപ്പിക്കുന്നുണ്ടോ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ അകത്ത് ഗ്രൈൻഡ് ചെയ്യാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ സെൻട്രൽ ലെഗും അതുപോലെ തന്നെ ടോപ്പ് ഭാഗത്തേക്കുള്ള കൂടി കണക്ട് ചെയ്യുന്നൊരു ഭാഗം നമ്മൾ താഴെ തന്നെ മുറിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്ത് ഈ ഒരു ലെവലിൽ ഫിനിഷ് ആക്കിയിട്ടേ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ടോപ്പിലേക്ക് എടുത്ത് വെച്ചിട്ട് വെൽഡ് ചെയ്യുമ്പം ഇതേ ആംഗിൾ തന്നെയാണ് വരിക. അപ്പോൾ ഇവിടുന്ന് അവസാനം വരെയുള്ള ഭാഗം നമ്മൾ മുറിച്ച ആംഗിളൊക്കെ കണക്കാക്കിയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് MS റോഡിലാണ് നമ്മളിത് താൽക്കാലികമായി നിർത്തിക്കാം. അതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കിയുള്ള വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ MS റോഡിൽ നമ്മൾ താൽക്കാലികമായി നിർത്തിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു തൂക്കുകെട്ടി ഇട്ടിട്ടാണ് ഇതിൻ്റെ സെൻറ്ററും അതുപോലെ തന്നെ സൈഡൊക്കെ കണക്കാക്കി എടുക്കുന്നത്. അപ്പോൾ ഇവിടത്തേക്ക് നമ്മൾ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ സൈഡ് കണക്കാണെന്നോ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ കട്ടിങ്ങിൻ്റെ ഭാഗവും നോക്കിയിട്ട് അകത്തേക്ക് പോകേണ്ടെങ്കിൽ അകത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ആക്കിയിട്ടാണ് അത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫൈനൽ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആംഗിൾ മാറാണ്ട് തന്നെ കിട്ടും. അപ്പോൾ മിഡിൽ ലെഗ് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തെ ഭാഗം കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഭാഗം പോളിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് പിന്നെ നമ്മൾ ഈ അടിഭാഗത്ത് ഗ്രൈൻഡിങ് മെഷീനിലും കൊണ്ടുപോയിട്ട് പോളിഷ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാ ഭാഗവും കംപ്ലീറ്റ് വെൽഡ് ചെയ്ത് പോളിഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗം വെൽഡ് ചെയ്യാൻ വേണ്ടി പോയെന്ന് നമ്മൾ താഴെ തന്നെ ആ ഒരു ആംഗിളും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നമുക്ക് വെൽഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ചെറിയ കാലടിക്കാൻ വേണ്ടി പോയെന്ന് ഒന്നിവിടെ 2 സ്റ്റെപ്പ് ഇട്ടിട്ട് പിന്നെ ഒന്നിവിടെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ 2 സ്റ്റെപ്പ് ഇട്ടിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയ ഹൈറ്റിൽ നിന്ന് ആ ഒരു സ്ട്രൈറ്റ് ലൈൻ സെൻറ്റർ ലൈൻ വരുന്ന ഒരു ഹൈറ്റ് എടുത്തിട്ട് സ്റ്റെപ്പിൻ്റെ സെൻറ്റർ കണക്കാക്കിയിട്ടാണ് എല്ലാത്തിൻ്റെയും ആ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കുന്നത്. ചില സമയത്ത് ചില സ്റ്റെപ്പിൻ്റെ ഉയരം വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു അളവ് ചെറിയൊരു മാറ്റം വരും. അപ്പോൾ ഫസ്റ്റ് ലാൻഡിങ് വരെയുള്ള ഒരു ഭാഗത്തേക്കുള്ള ചെറിയ കാലിൻ്റെ ഹോളൊക്കെ നമ്മൾ അടിച്ചു വെച്ച് ഇപ്പോൾ അതുപോലെ തന്നെ 2 സ്റ്റെപ്പ് ഇട്ടിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ. 2 സ്റ്റെപ്പ് വിട്ടിട്ട് അടിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ മുകളിലത്തേത് അടിക്കാൻ വേണ്ടി പോയിന്ന് മുകളിലത്തെ അടിച്ച് ഇവിടെ ഒന്ന് പകുതിക്കായിട്ടുണ്ട്. ഞാനിത് കാണിച്ചു തരാം. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ 1.5 ഇഞ്ചിൻ്റെതാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ പീസ് ഇതുപോലത്തെ ഒരു സ്ക്വയറിൻ്റെ പീസ് എടുത്തിട്ട് നമ്മൾ സൈഡ് മാർക്ക് ചെയ്തിട്ട് ആ സൈഡ് ഇങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഡോട്ട് ഇട്ടിട്ടാണ് ഡ്രില്ലടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ ഇത് അങ്ങോട്ടേക്കുള്ളതെല്ലാം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ 1.5 ഇഞ്ചിന് ഇട്ട് കൊടുക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വയർ പൈപ്പ് വരുന്നുണ്ടാകുന്ന 1.5 ഇഞ്ച് ഇട്ട് കൊടുക്കുന്നത്. അത് പരമാവധി ആഴത്തിൽ തന്നെ അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നല്ല സ്ട്രോങ്ങിൽ തന്നെ നിന്ന് കിട്ടും. കോൺക്രീറ്റ് വരുന്ന ഒരു ലെവലിലെങ്കിൽ മിനിമം അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ഫുള്ള് വെൽഡ് ചെയ്യാൻ വേണ്ടി പോയിന്ന് അപ്പോൾ ഇന്ന് 2ാമത്തെ ദിവസമാണ് നമ്മളിവിടെ മാർക്കിംഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇന്നലെ തന്നെ വർക്ക് കഴിയേണ്ടതായിരുന്നു. ഇന്നലെ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂറോളം സപ്ലൈ പോയിട്ടുണ്ട്. അപ്പോൾ 5/8 അടിക്കാൻ വേണ്ടി പോയി. അതിന് വേണ്ടിയിട്ടുള്ള ഹൈറ്റ് കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം 6 ഇഞ്ചുള്ളത് നമ്മൾ 4 ലൈനാണ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ മുകളിൽ വെച്ചതിനെക്കാട്ടി കുറച്ച് കൂടുതൽ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. കാരണമൊന്നുമല്ല, അത് കാരണം വേറെ ഒന്നുമല്ല, ഇവിടുന്ന് ഇങ്ങനെ സൈഡ് വരഞ്ഞിട്ട് പോകുന്ന ലെവലിലാണ് മാക്സിമം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയർ കേസ് പണിയുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ അധികം ബുദ്ധിമുട്ടില്ലാതെ തന്നെ സ്റ്റീലിൻ്റെ വർക്കൊക്കെ ഒരേ ലെവലിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ 5/8 നമ്മൾ ഒരു സൈഡ് ബോൾ ഇങ്ങനെ അടിച്ചു വെച്ചിട്ടാണ് സെറ്റ് ചെയ്യൽ, മറ്റേ സൈഡ് നമ്മൾ തൂക്കിട്ടിട്ട് മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഒരു സൈഡ് നമുക്ക് ഈസിയായിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് അടിക്കുന്ന സമയത്ത് കുറച്ച് നല്ലൊരു ടാക്ക് തന്നെ കൊടുക്കുക.
നമുക്ക് ഫിനിഷിങ്ങിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ കുറച്ച് സ്ട്രോങ് ആയിട്ട് നിന്നോളും. മിക്കവാറും സ്ഥലത്ത് ഇത് ഫ്ലാപ്പ് മാത്രം ഇട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇളകി പോകുന്നൊരു പ്രശ്നം ഉണ്ടാവും. കുറച്ച് സ്ട്രോങ്ങിനുള്ള ഒരു നല്ലൊരു ടാക്ക് തന്നെ കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ആ ബോൾ ഇളകി പോകുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പ്ലം ബോബ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ആ പ്ലം ബോബിന് കണക്കാക്കി വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ബോളും സെറ്റ് ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പുറത്തെ ഭാഗത്ത് അടിക്കുന്ന സമയത്ത് പ്ലം ബോബ് കെട്ടിയിട്ടും അവിടെ നിന്ന് തന്നെയാണ് ബോൾ വെൽഡ് ചെയ്യും. അപ്പോൾ ഇതകത്ത് ഒരു നല്ലൊരു ടാക്ക് മാത്രം കൊടുത്തിട്ടാണ് ഉറപ്പിച്ച് നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് ഒരു ടാക്കും കൂടി നമ്മൾ അവസാനം കൊടുക്കും. ഒരു ഇഞ്ച് അടിക്കുന്ന സമയത്ത് നമ്മളിവിടെ ഇത്ര ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചു കൊടുത്തിന്. അപ്പോൾ നമ്മൾ ഈ 580 ഇതിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നല്ല ഫിനിഷിങ് ലെവലിൽ ആ 2 ഇഞ്ചിൻ്റെ അതേ ലെവലിൽ തന്നെ താഴോട്ടേക്ക് വരും. ഇതിൻ്റെ സെൻറ്റർ അടിച്ചിട്ടും ചെയ്യലുണ്ട്. നമ്മളിവിടെ സെൻറ്ററല്ല സൈഡാക്കിയിട്ട് അടിക്കും. അപ്പോൾ അടുത്തത് കയറ്റാൻ വേണ്ടി പോയത് അത് നമ്മൾ ആ പ്ലം ബോബിനെ കണക്കാക്കിയിട്ട് ബോൾ ടച്ച് ചെയ്ത് വെച്ചിട്ട് തന്നെ ചെയ്യും. അപ്പോൾ ഈ ബോളിൻ്റെ ടാക്കൊക്കെ നമ്മൾ പരമാവധി കാണാത്ത ഭാഗത്തേക്കാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു ടാക്കിൻ്റെ ആ ഒരു വൃത്തികേടൊന്നും മാറിക്കിട്ടും. അപ്പോൾ 580 വെൽഡ് ചെയ്യുന്നുണ്ട്. സെൻറ്ററിലെ കാലിലും ഇങ്ങനെ വെൽഡ് ചെയ്ത് പോയിരുന്നു. നേരത്തെ നമ്മൾ മാർക്ക് കാണിച്ച ആ ഒരു ഭാഗം കണക്കാക്കിയിട്ട് നല്ല ഹെവി ഒരു ടാക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തോളം ബോൾ ഇട്ടിട്ട് നിർത്തിയല്ല ചെയ്തത്. 2 ഭാഗത്തേക്ക് ഹോള് വരുന്ന ബോൾ വാങ്ങിയിട്ട് അത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തേക്ക് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് എടുത്തത്. അപ്പോൾ നമ്മൾ ആ ഒരു 2 ബോൾ തമ്മിലുള്ള ഗ്യാപ്പ് ഒഴിവാക്കി കിട്ടും. അങ്ങനെ തന്നെ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ബോൾ വെൽഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് സൈഡിലുള്ള പൈപ്പ് വെച്ചിട്ട് വെൽഡ് ചെയ്ത്. അപ്പോൾ അങ്ങനെ വെൽഡ് ചെയ്യാൻ വേണ്ടി അപ്പുറത്ത് തൂക്കിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് ഇനി ഇപ്പോൾ ബോൾ ഇട്ട് വെൽഡ് ചെയ്തിട്ട് അപ്പുറത്തെ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സ്റ്റെയറിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ഇപ്പം നമ്മൾ ഇവിടുന്ന് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടുന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് താഴത്തേക്ക് കാലടിക്കുമ്പോൾ ആ ഒരു സ്ട്രൈറ്റ് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടിഭാഗത്ത് നിന്ന് ഇങ്ങോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ തൂക്കിയിട്ട് നമ്മൾ മുകളിലേക്കാണ് ഓരോ ടാക്ക് കൊടുത്തത്. മുകളിലേക്ക് കൊടുക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, അടിഭാഗത്ത് പോളിഷ് ചെയ്യുന്ന സമയത്ത് റിസ്ക്കാണ്. ആ ഒരു സ്റ്റെപ്പ് തട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒരു വാള് വരെയുള്ള ഒരു ഭാഗം വളച്ച് കൊണ്ടുപോയി കംപ്ലീറ്റ് ബോളിൻ്റെ മുകളിൽ വെച്ചിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ കാലിനും വുഡ് അടിച്ച് സെൻറ്റർ ആക്കിയിട്ടുണ്ട്. ഈ കൺസീൽഡ് ബേസ് വരുന്നതുകൊണ്ട് അടിഭാഗം ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ലൂസുള്ള സിമെൻറ്റ് എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്തിട്ട് നല്ല ടൈറ്റുള്ള കുറച്ച് ഗ്രൗട്ട് എടുത്തിട്ടാണ് ഇതിൻ്റെ കപ്പ് ഉറപ്പിക്കുന്നത്. ഈ കാണുന്ന പോലെ കുറച്ച് ടൈറ്റിൽ ഗ്രൗട്ടാക്കിയിട്ട് കപ്പ് ഓരോന്ന് ഉറപ്പിച്ച് അപ്പോൾ തന്നെ തുടച്ചോടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നാക്കി വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ആക്കി ഏകദേശം കഴിയാനായി. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചെറിയ ടാക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആർക്ക് വെൽഡിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ചെയ്തതും കംപ്ലീറ്റ് ആർക്ക് വെൽഡിങ് തന്നെയാണ്. നല്ല ഫിനിഷിങ് തന്നെ കിട്ടും. ചില ആൾക്കാർക്ക് തെറ്റിദ്ധാരണയുണ്ട് ആർക്ക് വെൽഡിങ് ഫിനിഷിങ് ഉണ്ടാവില്ല, ഗ്യാസ് തന്നെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ആയി, പോളിഷിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. അവസാനമായിട്ട് നമ്മൾ ബോൾ ടൈറ്റ് ചെയ്യും. ഇത് നല്ലൊരു ഡയമണ്ട് ഷേപ്പിലുള്ള അത്യാവശ്യം നല്ല ഒരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ബോൾ തന്നെയാണ് വാങ്ങിയത്. അതൊന്ന് ഫൈനൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റായി. ഇനിയിപ്പോൾ ഈ കവറിങ് ഒന്ന് അടിച്ചിട്ട് വേണം. ഇപ്പോൾ പോളിഷ് ചെയ്ത് ഞാൻ കാണിക്കാത്തത് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐ ബട്ടണിൽ ഇവിടെ കൊടുക്കാം. നിങ്ങളത് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോളിഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാൻ. അപ്പോൾ അങ്ങനെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കുന്നത്. ഇത്രയുള്ള കാണിക്കാൻ വേണ്ടി ഈ വീഡിയോയുടെ അവസാനിപ്പിക്കാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്.